ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. ഒരു അടിപൊളി സാബുദാന വട, അതായത് നമ്മുടെ ചോരിയും കൊണ്ട് തയ്യാറാക്കുന്നത് അടിപൊളി വടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന നമ്മുടെ ഈ ഒരു സാബുദാന വടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വട നമ്മളെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ 1 കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. വലിയ ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് ചൗവരിയാണ് കിട്ടുന്നത്, വലിയതും ചെറുതും തീരെ നൈസായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി വലിപ്പമുള്ള ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗളിൽ സ്ട്രെയിനർ വെച്ച് അതിലോട്ട് നമ്മുടെ ഈ ഒരു ചൗവരി വെച്ചതിന് ശേഷം നമുക്ക് പൈപ്പ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ട്രെയിനർ വെച്ച് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിടും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിനർ യൂസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗവരി നമ്മുടെ ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് 3/4 കപ്പ് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് ചൗവരിക്ക് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ വെള്ളമെല്ലാം വറ്റി ചൗവരി പെർഫെക്റ്റ് ആയിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ചൗവരി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വെള്ളമെല്ലാം വറ്റി പെർഫെക്റ്റ് ആയിട്ട് നല്ല പൂ പോലത്തെ രീതിയിൽ നമ്മുടെ ചൗവരി ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, നമ്മുടെ മണിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു ചൗവരി കുതിർന്നത് ആ ഒരു പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഉടങ്ങി കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചൗവരി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം കേട്ടോ. മിക്സി ജാറിലോട്ട് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഞുറുക്കി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് എരിവ് അനുസരിച്ച് പച്ചമുളക് യൂസ് ചെയ്തോട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞുറുക്കി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുരുമുളക് ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും നല്ല എരിവും ടേസ്റ്റുമാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുരുമുളക്, ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വറുത്ത കടലയാണ് കേട്ടോ. തൊണ്ടെല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ട് വറുത്ത് തൊണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കടലയാണ്. കപ്പലണ്ടിയോ കടലയോ എന്താണെന്ന് വെച്ചാൽ പറയാം. അത് ആഡ് ചെയ്ത് അതും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലോട്ട് ഒരു ഗ്രേറ്റർ വെച്ച് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊണ്ടെല്ലാം നന്നായിട്ടൊന്ന് പീൽ ഔട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഉടച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത്രയും ലംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുഴുങ്ങിയ കിഴങ്ങാണ് കേട്ടോ. ഇതാ അപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരിയിലോട്ട് നമ്മുടെ ഈ ഒരു മിശ്രിതം, അതായത് കിഴങ്ങും നമ്മുടെ ജീരകവും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന അത് നമുക്ക് ഇതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലയുടെ മിശ്രിതം എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയെല്ലാം ചോപ്പ് ചെയ്ത് വെച്ച് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം ഒന്ന് കുഴച്ച് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ ഒരു കിഴങ്ങും ഈ ഒരു മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പരിപ്പോടെയൊക്കെ തയ്യാറാക്കുന്ന പോലെ ബോൾസ് ആക്കി ഉരുട്ടിയതിന് ശേഷം കൈയുടെ പത്തിമ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം സൈഡ്സ് എല്ലാം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ വടകളും ഞാനിവിടെ റെഡിയാക്കി നന്നായിട്ട് ഷേപ്പിലാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു ഓയിലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിലോട്ട് വട ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചോ അല്ലെ ഫോർക്ക് വെച്ചോ പതിയെ ഒന്ന് തിരിച്ചും മറിച്ചും നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല ഫോഴ്സ്ലി അല്ലെങ്കിൽ ആ ഒരു സ്പൂൺ വെച്ച് അധികം ഫോഴ്സ്ലി നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പതിയെ വേണം നമുക്ക് ഇത് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ കാണാൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് വട നമ്മുടെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വടകളെല്ലാം ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പം നമ്മുടെ വടകൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈ ഒരു വട നമുക്ക് ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ചൂട് ചായ ഉണ്ടെങ്കിൽ ഈ ഒരു സാബുദാന വട മതി, നമുക്ക് ധാരാളം കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. വളരെ സ്പെഷ്യൽ ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു സാബുദാന വട, അതായത് നമ്മുടെ ചൗവരിയും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു വട. പുറമേ നിന്ന് നല്ല ക്രിസ്പി ആണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ നമ്മുടെ സാബുദാന വട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.